നമസ്കാരം. ഹിപ്നോസിസെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ടോപ്പിക്ക്. കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഹിപ്നോസിസ് എന്നത് മെസ്മറിസം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഫ്രാൻസ് മെസ്മർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഹിപ്നോസിസം എന്നത് ലോകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അത്തരമൊരു ശാസ്ത്ര കൗതുകത്തെക്കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതെന്തോ ഒരു മെസ്മറിസമുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങൾ നിർത്തുന്ന എന്തോ ഒരു കാര്യമാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് കുറേ ആൾക്കാർ അത് മിസ്യൂസ് ചെയ്യപ്പെട്ട ഒരു കാലഘട്ടത്തായിരുന്നു ഈ മെസ്മറിസം എന്ന പേരിൽ ഇത് അറിയപ്പെടുകയും പിന്നീട് മനഃശാസ്ത്ര വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഇത് പഠനങ്ങൾ നടത്തുകയും ജെയിംസ് ബാരറ്റ് ആണ് ആധുനിക ഹിപ്നോസിസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. ഹിപ്നോസിസം ശരിക്കും അതിൻ്റെ റിയലിസത്തെക്കുറിച്ച് ക്ലാരിറ്റിയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടോക്ക് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. നമ്മുടെ മനസ്സിന് 3 സ്റ്റേറ്റുകളാണുള്ളത്: കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ്. ഇതിൽ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡുമാണ് പ്രധാനമായിട്ട് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം. നമ്മുടെ മനസ്സിൽ 99% ഇൻഫർമേഷൻസും ഫീഡ് ചെയ്ത് കിടക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അത് 99%ഉം ആക്റ്റീവായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഒക്കെ ആക്റ്റീവായി ഇരിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രസൻ്റ്ലി എന്ത് ആണോ, ഇപ്പോൾ എന്ത് നടക്കുന്നു, ഇപ്പോൾ നമ്മൾ കുറേ കാഴ്ചകൾ കാണുന്നു, ഇപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു നമസ്കാരം പറഞ്ഞു, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ കോൺഷ്യസ് മൈൻഡിലാണ് നിൽക്കുന്നത്. അത് ഉള്ളിലേക്ക് പോകുന്നു, നാളെ നിങ്ങളിത് ഓർക്കുന്നുവെങ്കിൽ അത് സബ് കോൺഷ്യസ് മൈൻഡിലിരിക്കുന്നതാണ്. അതായത് നമ്മൾ ജനിച്ച കാലം മുതൽ നമ്മുടെ ഓർമ്മയിൽ ഓർത്തെടുക്കുന്നതും മറന്നുപോയതുമായ നിരവധിയായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അതായത് എൻസൈക്ലോപീഡിയ ഓഫ് ബ്രിട്ടാനിക്ക എന്ന് പറയുന്നതാണ് സർവ്വവിജ്ഞാന കോശം എന്ന് പറയുന്നത്. ഈ സർവ്വവിജ്ഞാന കോശത്തെ പോലെ 2-3 ബുക്കുകൾ അവരുടെ ഇൻഫർമേഷൻസ് നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കാനായിട്ട്, സ്റ്റോർ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി നമ്മുടെ ബ്രെയിനുണ്ട്. ഓക്കെ, സോ കുറേ ഇൻഫർമേഷൻസ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്നു എന്ന സത്യം നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഫീഡായി കിടക്കുന്നു. ഇതിനകത്ത് ഹിപ്നോസിൻ്റെ സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മറന്നുപോയതും നമ്മളുടെ ചില ഹാബിറ്റുകൾ, നമുക്ക് ചില ശീലങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡിനെ ഉറക്കി, സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർത്തി അവിടെ ചില പ്രോഗ്രാമുകൾ റീഡിസൈൻ ചെയ്യുന്ന സിസ്റ്റങ്ങളെയാണ് ഹിപ്നോസിസ് ഉപയോഗിച്ച് ചെയ്യുക. നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ ഉറക്കിയതിന് ശേഷം സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവായിരിക്കുന്നതിന് കൂടുതൽ അതിനുള്ളിലേക്ക് പ്രോഗ്രാമിംഗ് ചെയ്യുന്നു എന്നതാണ് ഹിപ്നോസിസ് കൊണ്ട് ഉപയോഗിക്കുക. ഇനി ഹിപ്നോസിസിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ഇൻഫർമേഷൻസ് പറഞ്ഞു തരാം. സെൽഫ് ഹിപ്നോസിസ് എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുന്നു, സെൽഫ് ഹിപ്നോസിസ് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ടോപ്പിക്ക് കൊണ്ട് ഞാൻ മെയിൻലി അത് നിങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്രദമാക്കാം എന്നതിനെക്കുറിച്ചിട്ടുമാണ് ഇന്നത്തെ ടോപ്പിക്. ശാന്തമായ ഒരു സ്ഥലത്ത് നിങ്ങളിരിക്കുന്നു, നിങ്ങളുടെ ഉള്ളിലൊരു ഹാബിറ്റുണ്ട്. സിമ്പിളി പറയാൻ, സിഗരറ്റ് വലിക്കുന്ന ഒരു ഹാബിറ്റുണ്ട്, അല്ലെങ്കിൽ മദ്യപാനം സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ഹാബിറ്റുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് ചില ഭയങ്ങളുണ്ട്. എന്തുമായിട്ട് നമ്മളിപ്പം ഫോക്കസ് ചെയ്യുന്നു, സിഗരറ്റ് വലിക്കുന്ന ഒരു ഹാബിറ്റുണ്ട്. ഈ ഹാബിറ്റ് എനിക്ക് കളയണം. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് മനസ്സിലാഗ്രഹമുണ്ട് കളയണമെന്ന്, പക്ഷേ അത് നടക്കുന്നില്ല. ഇത് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു റൂമിൽ ഒന്നുകിൽ ഇരിക്കുക, അല്ലെങ്കിൽ ശാന്തമായിട്ട് കിടക്കുക. കിടന്നതിന് ശേഷം നിങ്ങൾ കണ്ണടച്ചതിന് ശേഷം നിങ്ങളുടെ കാലിൻ്റെ പാദത്തിൻ്റെ മസിലുകൾ ലൂസാകുന്നതായിട്ട് നിങ്ങൾ ആദ്യം ഭാവനയിൽ കാണുക. എന്നിട്ട് നിങ്ങളൊരു 3 times ബ്രീത്ത് എടുക്കുക. ദെൻ റിപ്പീറ്റ് ചെയ്യുക. നിങ്ങളുടെ കാലിൻ്റെ പാദം കഴിഞ്ഞ് തൊട്ട് മുകളിലേക്ക് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ മുട്ടിൻ്റെ പോർഷനിലുള്ള കംപ്ലീറ്റ് മസിൽസുകളും റിലീസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ ഭാവനയിൽ കാണുക. ഒരു 3 times 4 times നിങ്ങൾ ബ്രീത്ത് എടുക്കുക. നിങ്ങളുടെ തുടയുടെ ഭാഗം, വയറിൻ്റെ ഭാഗം, ചെസ്റ്റിൻ്റെ ഭാഗം, നെക്കിൻ്റെ ഭാഗം, തലയുടെ ഭാഗം, ബാക്ക്, നിങ്ങളുടെ കൈയുടെ ഫിംഗേഴ്സ് അല്ലെങ്കിൽ കൈയുടെ മസിൽസുകൾ കംപ്ലീറ്റ് റിലാക്സ് ആകുന്നതായിട്ട് നിങ്ങൾ മാക്സിമം ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുക. സോ നിങ്ങൾ മാക്സിമം റിലാക്സ് ആകുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി കംപ്ലീറ്റ്ലി മസിൽസുകളൊക്കെ റിലാക്സ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ മൈൻഡ് ഒക്കെ ഭാരം അനുഭവപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ഈ സമയത്ത് നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് അറിയാം, നിങ്ങളിപ്പോൾ പ്രസൻ്റ്ലി നിങ്ങളുടെ ചുറ്റുപാട് നടക്കുന്ന പല ശബ്ദങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കേൾക്കുവാനും ഒക്കെ സാധിക്കും. അപ്പം നിങ്ങളുടെ ബോഡിയുടെ എല്ലാ പാർട്ടുകളും മാക്സിമം റിലാക്സ് ആയിട്ട് മസിൽസുകളൊക്കെ അരിഞ്ഞ് ശരീരത്തിന് ഇപ്പോൾ ഭാരമുള്ളതുപോലെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും ശരിക്കും നിങ്ങൾക്ക് ഭാരമില്ല. കാരണം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ റിലാക്സ് ആയിട്ട് ബോഡി കംപ്ലീറ്റ് ശാന്തമായിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ണടച്ചിരിക്കുന്നത് കൊണ്ടും നിങ്ങൾക്ക് ചുറ്റുവട്ടം നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു വേഗമായിട്ട് നിങ്ങൾക്ക് അറിയാനൊക്കെ സാധിക്കും. ഈ സമയത്ത് നിങ്ങൾ ഉറങ്ങുകയല്ല ശരിക്കും ചെയ്യുന്നത്, നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിനെ ശാന്തമാക്കി സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് സജഷൻസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എന്ത് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ വർക്ക് ചെയ്ത് തുടങ്ങും. ഇപ്പം സിഗരറ്റ് വലിക്കുന്ന ഹാബിറ്റ് എൻ്റെ ഉള്ളിൽ നിന്ന് പോകണം. സിഗരറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ്, സിഗരറ്റ് വലിക്കണം എന്നൊരാഗ്രഹം പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്ന സമയത്ത്
എനിക്ക് പെട്ടെന്ന് ഒരു സ്വീറ്റ് കഴിക്കാൻ തോന്നണം, അല്ലെങ്കിൽ എൻ്റെ സിഗരറ്റ് വലിക്കുന്നത് എൻ്റെ ഹാബിറ്റ് എൻ്റെ മനസ്സിൽ നിന്ന് പോകണം. ഇത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങളിങ്ങനെ പറയുന്നു, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദെൻ നിങ്ങൾ സ്ലീപ്പിംഗ് മോഡിലേക്ക് പോകാനായിട്ടൊരു സജഷനോട് കൊടുക്കണം. 5, 4, 3, 2, 1 ഇങ്ങനെ ബാക്കിലേക്ക് കൗണ്ട് ചെയ്ത് നിങ്ങൾ മെല്ലെ സ്ലീപ്പിലേക്ക് പോവുകയാണ് എന്ന് നിങ്ങൾ സജഷൻ കൊടുക്കണം. അപ്പം നിങ്ങൾ പൂർണ്ണമായിട്ടും ഉറങ്ങിക്കഴിഞ്ഞു അല്ലേ, ശരീരമെല്ലാം റിലാക്സ് ആയി കഴിഞ്ഞു. ഇനി റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ഈ സജഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി മൈൻഡിൽ ഇത് ആക്ടിവേറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളൊരു 3, 4, 5 തവണത്തെ സെഷനോടുകൂടി ഇന്നൊരു ദിവസം ചെയ്തു, ഒരു 20, 25, 30 മിനിറ്റ്സ് നിങ്ങളിത് ചെയ്തു. ദ സെയിം ഡേ ടുമാറോ ഇത് വീണ്ടും നിങ്ങൾ ചെയ്തു. അങ്ങനെ ഒരു 3 to 5 അല്ലെങ്കിൽ 6 ടൈംസ് നിങ്ങളിത് റിപ്പീറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡ് റിമെമ്പർ ചെയ്യും. സിഗരറ്റ് വലിക്കുന്ന ടെൻഡൻസി ഉണ്ടോ, ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും സ്വീറ്റ്സ് കഴിക്കാനോ, അല്ലെങ്കിൽ നമ്മുടെ സജഷൻ നമ്മൾ എന്താണോ കൊടുത്തിരിക്കുന്നത്, നമ്മൾ സ്വീറ്റ്സ് കഴിക്കണമെന്നാണ് അങ്ങനെ ചിന്തിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ സ്വീറ്റ്സിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഡ്രിങ്ക്സ് എടുത്ത് കുടിക്കണമെന്നാണ് ആ ഒരു ടെൻഡൻസി തോന്നുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഡ്രിങ്ക്സ് എടുത്ത് കഴിക്കണമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ആ സമയത്ത് സജഷനിൽ അതാണ് കിടക്കുന്നതെങ്കിൽ നമ്മുടെ മൈൻഡ് അതിൽ ഓട്ടോമാറ്റിക്കലി പോകും. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പല മേഖലകളിലും ഹിപ്നോസിസിൻ്റെ സാധ്യത നമുക്ക് വളരെ ഗംഭീരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ ഇത്രയുമേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. ഹിപ്നോസിസം സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ പ്രൊഫഷണൽ ഹിപ്നോസിസിൻ്റെ സഹായത്തിൽ, ഒരു ഹിപ്നോട്ടിസ്റ്റിൻ്റെ സഹായത്തിൽ നമുക്ക് ഹിപ്നോട്ടിസ് ചെയ്യാം. അത് തെറാപ്പി ലെവലിൽ നമുക്ക് ഉപയോഗിക്കാം. ഞങ്ങളെപ്പോലുള്ള ആളുകൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഹിപ്നോസിസുകൾ ഉപയോഗിക്കുക. കാരണം മറ്റുള്ളവരുടെ മനസ്സിൻ്റെ സാധ്യതകളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്റ്റേജിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ചില അത്ഭുതങ്ങൾ ഹിപ്നോസിൻ്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. അത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഹിപ്നോസിസ് കൊണ്ട് ദൂഷ്യമുണ്ടോ, ഹിപ്നോസിസം ആരെയൊക്കെ ചെയ്യാം, ഹിപ്നോട്ടിസം എങ്ങനെ സംഭവിക്കുന്നു എന്നിങ്ങനെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ സാധാരണ ആളുകളുടെ മനസ്സിൽ വരുന്ന ഒരു സംശയങ്ങളാണ്. ഹിപ്നോസിസം ഒബ്വിയസ്ലി ഒരു 99% ആളുകളെയും ചെയ്യാൻ പറ്റും. പിന്നെ ഹൃദയരോഗങ്ങളൊക്കെ ഉള്ള ആളുകളെ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ സഹായത്തോടു കൂടി ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഹിപ്നോസിസ് ആയാലും സെൽഫ് ഹിപ്നോസിസ് ഒക്കെ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇനി ഹിപ്നോസിസ് എന്ന മൂഡിൽ നിന്ന് എങ്ങനെ തിരിച്ച് ഉണരാം, അത് കുറച്ചിട്ട് എല്ലാവർക്കും ഡൗട്ട്, ഈ ഹിപ്നോട്ടിക്സിലെ മൂഡിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഉണരാൻ പറ്റുമോ? ശരിക്കും ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് നമ്മൾ കൂർക്കം വലിച്ച് ഉറങ്ങുക എന്നൊരു സിസ്റ്റം അല്ല. ആരും ഈ ലോകത്ത് കൂർക്കം വലിച്ച് ഉറങ്ങുന്നതായിട്ടല്ല ഹിപ്നോട്ടിസിനെ കാണുക. ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് മൈൻഡ് ഇപ്പം പ്രസൻ്റ്ലി ഇരിക്കുന്ന ഈ മൂഡിനെ നമ്മൾ മാറ്റിയിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ ശബ്ദ കോലാഹലങ്ങളെ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന മെമ്മറീസിനെ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഇൻഫർമേഷൻസിനെ കുറച്ചുകൂടെ ശക്തമായിട്ട് ഉണർത്തിയെടുക്കുന്നു എന്നതാണ് ഹിപ്നോസിസ് കൊണ്ട് ഉപയോഗിക്കുക. ഇവിടെ നമുക്ക് കറക്ഷൻസ് വരുത്താമെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആരും ഒരു മയക്കത്തിൻ്റെ മൂഡിലേക്കല്ല പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ചില സമയങ്ങളിൽ ചില വ്യക്തികൾ ഈ ഹിപ്നോട്ടിക്കൽ മൂഡിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഉറങ്ങിപ്പോവാറുണ്ട്. അപ്പം അത് ഒരു ഡേഞ്ചറാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാറുണ്ടെങ്കിലും അത് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളുള്ള, കാരണം അവരൊരു ടൈം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉണർന്നു വരും. ഓക്കെ, അത് ഒരു പ്രോബ്ലമായിട്ട് നിങ്ങളതിനെ കാണേണ്ടതില്ല. 2, നമ്മൾ സെൽഫ് ഹിപ്നോസിൽ ഇരിക്കുമ്പോൾ നമ്മളുടെ ടൈം ആകുന്ന സമയത്ത് നമ്മൾക്ക് തന്നെ സജഷൻ ട്രിഗർ ചെയ്തുകൊണ്ട് നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളത് ഈസിയാണ്. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്താണ് ഹിപ്നോസിസം എന്നുള്ളത്. നമ്മൾ വേഗമായിട്ട് കാണുന്ന കാര്യങ്ങൾ, നമ്മുടെ ഉള്ളിൽ തെറ്റിദ്ധാരണകളുണ്ട്. ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലിരിക്കുന്ന രഹസ്യങ്ങൾ മുഴുവൻ ചോർത്തിയെടുക്കുന്ന എന്തോ എന്നാണ് ഹിപ്നോസിസം. അത് ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം ഒരാളെ ഹിപ്നോസിസ് ചെയ്യണമെങ്കിൽ ആ വ്യക്തി 100 അല്ലെങ്കിൽ 110% നമ്മളോട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരാളെ ഹിപ്നോസിസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരാൾ ഹിപ്നോസിസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഹിപ്നോട്ടിസ് ചെയ്യാമോ, ധൈര്യം ഉണ്ടെങ്കിൽ നിന്ന് ഹിപ്നോട്ടിസ് ചെയ്യുക എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണെ ഒരിക്കലും നമുക്ക് ഹിപ്നോട്ടിസ് ചെയ്യാൻ സാധിക്കില്ല. സോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഹിപ്നോസിസം ഉപയോഗിച്ചുകൊണ്ട് കുറേ അബദ്ധധാരണകൾ പ്രചരിപ്പിക്കാറുണ്ട്. ഒരിക്കൽ നമ്മുടെ US പ്രസിഡൻറ്റ് ജോൺ എഫ് കെന്നഡിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു വാർത്തയുണ്ടായിരുന്നു. ശരിക്കും അതിൻ്റെ സത്യാവസ്ഥ ഇപ്പോഴും ക്ലാരിറ്റിയിലല്ല, എങ്കിലും ജോൺ എഫ് കെന്നഡി കൊല ചെയ്യപ്പെട്ടതാണ്. അദ്ദേഹത്തെ കൊന്ന അല്ലെങ്കിൽ മർഡർ ചെയ്ത വ്യക്തിക്ക് ഒരു തരത്തിലും ജോൺ എഫ് കെന്നഡിയായിട്ട് യാതൊരുവിധ വൈരാഗ്യമോ അല്ലെങ്കിൽ അങ്ങനെ യാതൊരു കാര്യമില്ലായിരുന്നു. ഒരു ഹിപ്നോട്ടിസ്റ്റിൻ്റെ സഹായത്തിൽ ഹിപ്നോട്ടിസ്റ്റിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അയാളിൽ സജഷൻസ് കൊടുത്ത് അയാളെ കൊണ്ടാണ് അങ്ങനെ ഒരു മർഡർ ചെയ്യിപ്പിച്ചത് എന്നാണ് അന്ന് പത്രമാധ്യമങ്ങളും ഒക്കെ വിദഗ്ധരായ ആളുകളുമൊക്കെ അതിനെക്കുറിച്ച് എഴുതുകയും ചർച്ചകൾ ഉണ്ടാകുകയും ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ നടന്നിരുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൽ അതിന് ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു മേഖലയുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിൽ ഓർത്തു വെക്കണം. അത് അബദ്ധധാരണകളെ കുറിച്ചിട്ട് നമ്മൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടല്ല, എല്ലാത്തിനും ഒരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ട് എന്നുള്ളൊരു കാര്യം ഓർക്കുക.
ഹിപ്നോസിസം എന്ന് പറയുന്നത് സെൽഫ് ഹിപ്നോസിസിന് എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം. നല്ലൊരു പ്രാക്ടീഷണറെ കൊണ്ട് വേണം ഈ ഹിപ്നോസിസ് ചെയ്യാൻ എന്നത് ഓർമ്മയിൽ വയ്ക്കുക. താങ്ക് യു സോ മച്ച്. ബൈ.